ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ പ്രോഗ്രാമിംഗ് ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെमेस्टर എസിലെ ചാപ്റ്ററാണ്. यह कहानी വിജ്ഞാൻ കഥാ ശൈലിമേം ലിഖി ഗയി ഹെ. ഈ കഥ സയൻസ് ഫിക്ഷൻ ശൈലിയിലാണ് എഴുതിയതാണ്. और मानव संवेदनाओं बनामा मशीन की प्रोग्रामिंग में ദൂത് കോ ദിക്കാത്തി ഹെ. മനുഷ്യവികാരങ്ങളും യന്ത്രങ്ങളുടെ പ്രോഗ്രാമിംഗ് തമ്മിലുള്ള സംഘർഷമാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. മുഖ്യ പാത്ര റീറ്റ और അങ്കിത് ഹെ. ഈ കഥയിലെ പ്രധാന കഥാപാത്രം റീറ്റയും അങ്കിതുമാണ്. जो असल में റോബോട്ട് है लेकिन उनमें മാനവീയ ഭാവനയും വികസിत हो रही है. അവർ യഥാർത്ഥ റോബോട്ടുകളാണെങ്കിലും അവരിൽ മനുഷ്യവികാരങ്ങൾ വളർന്നു വരികയാണ്. റീട്ട കെ ജിജാസ് और അദിത് की गोज. റീട്ട കമ്പ്യൂട്ടർ पर पुरानी दुनिया की प्रोग्रामिंग देख रही है. റീറ്റ കമ്പ്യൂട്ടറിൽ പഴയ ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കുകയാണ്. സ്ക്രീൻ पर औरतों गाना गा रही है, गाना पका रही है. സ്ക്രീനിൽ സ്ത്രീകൾ പാട്ട് പാടുകയും ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്യുന്നതും കാണാം. कोई से पानी पर रही है, वाटर बेल की പൂച്ച कर रही है. അവർ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുകയും പൂച്ചകൾ നടത്തുകയും ചെയ്യുന്നു. അങ്കിത് ഹൈറാൻ ഹോക്കർ പൂछता है, ये कौन सी गोज है. അങ്കിത് അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഇത് എന്താണ്? ये लोग इतना समय क्यों ഖരാബ് कर रहे हैं. ഇവർ എന്തിനാണ് ഇത്രയും സമയം പാഴാക്കുന്നതെന്ന് അവർ ചോദിക്കുന്നു. റീട്ട ബതാത്ത ഹെ കി പഹലെ ഇസാൻ സംവേദനാവോം സെ ബരേ ഹെ. മുമ്പ് മനുഷ്യർ വികാരങ്ങളാൽ നിറഞ്ഞവരായിരുന്നുവെന്നും റീറ്റ പറയുന്നു. ഇസലിയെ തരാക്കി നഹീം കർ പായി. അതുകൊണ്ടാണ് അവർ കൂടുതൽ പുരോഗതി കൈവരിക്കാത്തതെന്ന് അവർ വിശദീകരിക്കുന്നു. വേ വിവാഹ കർത്തേതെ പരിവാർ ബനത്തെ ഹെ. അവർ വിവാഹം കഴിക്കുകയും കുടുംബം രൂപീകരിക്കുകയും ചെയ്തിരുന്നു. പ്രേം ഗുസ്സെ നഫ്രത് സബ് മഹസൂസ് കർത്തേ ഹെ. സ്നേഹം, കോപം, വെറുപ്പ് തുടങ്ങിയ എല്ലാ വികാരങ്ങളും അവർ അനുഭവിച്ചിരുന്നു. അങ്കിത് കോ യഹ് സബ് സമയക്ക് ബാബറതി ലഗത്തെ ഹെ. ഇതെല്ലാം സമയം പാഴാക്കലാണെന്ന് അങ്കിത് കരുതുന്നു. ക്യോംകി ഉൻകി ദുനിയാ മേ ക്യാപ്സ്യൂൾ ഗാക്കർ എനർജി മിൽത്തി ഹെ. കാരണം അവരുടെ ലോകത്ത് ക്യാപ്സ്യൂൾ കഴിച്ചാൽ തന്നെ ഊർജ്ജം ലഭിക്കുന്നു. ഗാന പക്കാനെ കി സരൂരത് നഹി. ഭക്ഷണം പാകം ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊഫസർ ആനന്ദ് കാ പ്രयोग. പ്രൊഫസർ ആനന്ദ് और രമൺ ദോ വൈജ്ഞാനിക ഹെ. പ്രൊഫസർ ആനന്ദും രമണും രണ്ട് ശാസ്ത്രജ്ഞനാര്. जो मानव दिमाग की प्रोग्रामिंग करके संवेदनाओं पर विजय पाने के प्रयोग कर रहे हैं. മനുഷ്യ മസ്തിഷ്കത്തെ പ്രോഗ്രാം ചെയ്ത് വികാരങ്ങളെ ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണ് അവർ നടത്തുന്നത്. उनका मानना है कि प्रेम विवाह परिवार जैसा बहुमना की तरह की में बाधा है. സ്നേഹം, വിവാഹം, കുടുംബം തുടങ്ങിയ വികാരങ്ങൾ പുരോഗതിക്ക് തടസ്സമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇൻഹേം ഖത്തം കർക്കെ ഹി മാനവ് സുഖി ഹോ ജാത്ത ഹെ. ഇവ ഇല്ലാതാക്കിയാൽ മാത്രമേ മനുഷ്യൻ സന്തോഷവാനാകൂ എന്ന് അവർ കരുതുന്നു. റീട്ട और അങ്കിത് ഇൻഹാ കാ പ്രयोग ഹെ. റീട്ടയും അങ്കിതും അവരുടെ പരീക്ഷണത്തിൻ്റെ ഭാഗമാണ്. ദോ റോബോട്ട് ജിൻകി പ്രോഗ്രാമിംഗ് കി ജാ രഹി ഹെ. പ്രോഗ്രാം ചെയ്യപ്പെടുന്ന രണ്ട് റോബോട്ടുകളാണ് അവർ. പ്രൊഫസർ गुस्सा है कि റീട്ട ഉൻകാ സോച്ച് സെ ബി ആകെ നികലാ ഗയി. റീട്ട തൻ്റെ പ്രതീക്ഷകളേക്കാൾ മുന്നേറിക്കഴിഞ്ഞതിൽ പ്രൊഫസർ സന്തോഷിക്കുന്നു. ഉസ്നെ പ്രേം ഗുസ്സെ നഫ്രത് ജൈസി ഭാവനവും കോ സമജ് ലിയാ ഹെ. സ്നേഹം, കോപം, വെറുപ്പ് തുടങ്ങിയ വികാരങ്ങളെ റീറ്റ മനസ്സിലാക്കിയിരുന്നു. और आप वह अगले स्तर के प्रयोग के लिए तैयार करें. ഇപ്പോൾ അവർ അടുത്ത ഘട്ട പരീക്ഷണത്തിനായി തയ്യാറായിരിക്കുകയാണ്. അവളിപ്പം നെക്സ്റ്റ് ഒരു പരീക്ഷണത്തിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. റീട്ട में जगती मानवीय संवेदनाएं. റീട്ട കമ്പ്യൂട്ടർ पर പല്ലവി और പാർത്ത് की प्रेम कहानी बढ़ते हैं. റീട്ട കമ്പ്യൂട്ടറിൽ പല്ലവിയുടെയും പാർത്തിൻ്റെയും പ്രണയകഥ വായിക്കുന്നു. പല്ലവി के माम उसे समझाते हैं, गोद में लेकर റുലാത്തി ഹെ. പല്ലവിയുടെ അമ്മ അവളെ ആശ്വസിപ്പിക്കുകയാണ്, മടിയിൽ കിടത്തി കരയാൻ അനുവദിക്കുകയും ചെയ്യുന്നു. യഹ് പഠിക്കർ റീട്ട ഭാവുക് ഹോ ജാത്തി ഹെ. ഇത് വായിച്ച റീട്ട വികാരധീനയാകുന്നു. വഹ് പ്രേം കി പീഡ് और മാം കി മമത കോ മഹസൂസ് കർനെ ലഗത്തി ഹെ. സ്നേഹത്തിൻ്റെ വേദനയും അമ്മയുടെ സ്നേഹവും അവൾ അനുഭവിക്കാൻ തുടങ്ങുന്നു. ഉസേ ലഗത്തെ ഹെ കി പ്രൊഫസർ കാ വിചാർ ഗലത് ഹെ. പ്രൊഫസറുടെ ആശയം തെറ്റാണെന്ന് അവൾക്ക് തോന്നുന്നു. സംവേദനായം ഖത്തം ഹോ ജായെങ്കി തോ മാനവ് ഖുഷി നഹീം ഹോങ്കി സുഖി നഹീം ഹോങ്ക. വികാരങ്ങൾ ഇല്ലാതായാൽ മനുഷ്യൻ സന്തോഷനാകില്ലെന്ന് അവൾ മനസ്സിലാക്കുന്നു. അങ്കിത് ജബ് ഉസേ ക്യാപ്സ്യൂൾ ലേനെ കി കഹത്തെ ഹെ തോ റീട്ട മനാ കർ ദേത്തെ ഹെ. അങ്കിത് ക്യാപ്സ്യൂൾ കഴിക്കാൻ പറയുമ്പോൾ റീട്ട അത് നിരസിക്കുന്നു. മുച്ചേ യഹ് നഹീം ചാഹിയെ. എനിക്കിത് വേണ്ട എന്നവൾ പറയുന്നു. യഹ് അങ്കിത് കാ ഹാത്ത് പകഡ്കർ പൂച്ച്തി ഹെ, ചായ് കൈസി ഹോത്തി ഹെ. അങ്കിതിനെ കൈപിടിച്ച് അവൾ ചോദിക്കുന്നു, ചായ എങ്ങനെയായിരിക്കും? യഹ് സവാൽ സുൻകർ അങ്കിത് ഹൈറാൻ രഹ് ചാത്ത ഹെ. ഈ ചോദ്യം കേട്ട് അങ്കിത് അത്ഭുതപ്പെടുന്നു. ക്യോംകി റോബോട്ട് കോ ചായ് കാ സംവാദ് നഹീം. കാരണം ഒരു റോബോട്ടും ചായയുടെ രുചി അറിയില്ല. അങ്കിത് തോ ലഗത്താ ഹെ കി ഉസ്കി റോബോട്ടിക് പ്രോപ്പർട്ടി ടിസ്പർ ഹോ ജാത്തെ ഹെ. റീട്ടയുടെ റോബോട്ടിക് സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നുവെന്ന് അങ്കിതിന് തോന്നുന്നു. അവർ വഹ് പ്രൊഫസർ കോ ബുലാനെ കി ബാത് കർത്ത ഹെ. അതിനാൽ പ്രൊഫസറെ വിളിക്കണമെന്ന് അവൻ പറയുന്നു.
कहानी का मूल सिद्धांत और संदेश कहानी के दुनियाओं को अपने सामने रखती है. ഈ കഥ രണ്ട് ലോകങ്ങളെ നിർത്തുന്നു. एक पुरानी दुनिया जहाँ लोग गाना बनाते थे, गाना गाते थे, प्यार करते थे, रोते थे. ഒരു പഴയ ലോകം അവിടെ ആളുകൾ ഭക്ഷണം പാകം ചെയ്യുകയും പാട്ട് പാടുകയും സ്നേഹിക്കുകയും കരയുകയും ചെയ്തിരുന്നു. और दूसरी नई दुनिया जहाँ सब ക്യാപ്സ്യൂൾസ് में चलता थे. മറ്റൊരു പുതിയ ലോകം അവിടെ എല്ലാം ക്യാപ്സ്യൂളുകളെ ആശ്രയിച്ചാണ് നടക്കുന്നത്. സംവേദനയായ മിട്ടാ ദി ഗയി ഹെ അവിടെ വികാരങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു. സിർഫ് എനർജി ലെവൽ और പ്രോഗ്രാമിംഗ് ഹെ ഊർജ്ജ നിലയും പ്രോഗ്രാമുമാണ് ഇവിടെ പ്രധാനമായുള്ളത്. പ്രധാന ആശയങ്ങൾ റീറ്റ മനുഷ്യവികാരങ്ങൾ ഉണരുന്നൊരു ജിജ്ഞാസയുള്ള റോബോട്ട്. അങ്കിത് നിയമങ്ങളും പ്രോഗ്രാമും മാത്രം അനുസരിക്കുന്ന റോബോട്ട്. പ്രൊഫസർ ആനന്ദ് വികാരങ്ങളില്ലാതാക്കി പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രജ്ഞനാണ്. ക്യാപ്സ്യൂൾ വികാരങ്ങളില്ലാത്ത യാന്ത്രിക ജീവിതത്തിൻ്റെ പ്രതീകം. ചായ് മനുഷ്യസ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമാണ് ചായ. പഴയ ലോകത്തിലെ സ്നേഹവും വേദനയും വായിച്ച റീറ്റ എന്ന റോബോട്ടിൻ്റെ മനുഷ്യവികാരങ്ങൾ ഉണരുന്നു. ചായ എങ്ങനെയായിരിക്കുമെന്ന അവളുടെ ചോദ്യം മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.